പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് SITയുടെ മീതെ ചെലുത്തുന്നത്. മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥന്മാർ. ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പോ പറയുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടുപേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITക്ക് മേൽ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണ് ഈ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അല്ല, നമ്മൾ പറയുന്നത് ഞാൻ ഇന്നലെയും പറഞ്ഞു, SIT എന്ന് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നവരാ. പിന്നെ ഞങ്ങളത് നിർബന്ധിക്കാതിരുന്ന കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ ഗൌരവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. വളരെ ഗൌരവത്തോടെ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മോഷണം പിന്നെയും തുടരുമായിരുന്നു, വീണ്ടും നടക്കുമായിരുന്നു. 19 നടന്ന മോഷണം 2024 നടക്കുമായിരുന്നു. ഹൈക്കോടതി നേരിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആണ് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങളുടെ CBI അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾ മാറിയത്. ഇപ്പോ ഞങ്ങൾ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യമായ സമ്മർദ്ദം ഈ SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായി എന്നൊരു ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് മന്ദഗതിയിലായി. അതുകൊണ്ട് അന്വേഷണം അത് ഹൈക്കോടതി ശരിവെച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് പറഞ്ഞു. കാരണം ഹൈക്കോടതിക്ക് ഞങ്ങളെക്കാൾ വിവരമുണ്ട്. ഈ വിവരങ്ങൾ അവർക്ക് കിട്ടും. കാരണം അതിന്റെ അന്വേഷണം എങ്ങോട്ട് പോകുന്നു, എവിടെ തടഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഹൈക്കോടതി കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നന്നായി മുമ്പോട്ട് പോകുമെന്നാണ് എന്റെ വിചാരം. പക്ഷെ ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് SITയുടെ മീതെ ചെലുത്തുന്നത്. മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥന്മാർ. ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പോ പറയുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടുപേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ ഈ 2 മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസിൽ. പക്ഷെ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. ഈ അന്വേഷണം സത്യസന്ധവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കണം. ഇത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത കേസാണ്. ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കും. എവിടെ പാളിച്ച വന്നാലും അവിടെ പറയും. അതുകൊണ്ടാണ് മന്ദഗതിയിലാണ് ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ കോടതി കൂടി പരിശോധിച്ചിട്ട് കോടതി കൃത്യമായ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അതിനെ തുടർന്ന് ആ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മുന്നോട്ട് പോകട്ടെ. എന്നിട്ട് നമുക്ക് SITയിൽ ഞങ്ങൾ ഇതുവരെ ഇപ്പൊ സംസാരിക്കുന്നത് വരെ ഞാനൊരു അവിശ്വാസം രേഖപ്പെടുത്തുന്നില്ല. അവരുടെ മീതെ സമ്മർദ്ദമുണ്ട്. നേരത്തെ ഉണ്ടായി. ശ്രീ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഉണ്ടായി. പക്ഷെ അവരതിനെ മറികടന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും ഞങ്ങള് സൂക്ഷ്മതയോടുകൂടി നോക്കുകയാണ്. അവര് യഥാർത്ഥ കുറ്റവാളികളെ, വൻ സ്രാവുകളെ വീണ്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.